ആര്യാടൻ ഷൗക്കത്തിന്റെ വസതിയിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടി ചേർന്നുണ്ട്. വിപിൻ, ഏതായാലും പ്രഖ്യാപനം വന്നതോടുകൂടി അവിടെ തടിച്ചുകൂടിയിരുന്ന പ്രവർത്തകരാകെ ആവേശത്തിൽ മുദ്രാവാക്യം മുഴക്കുകയാണ്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഗോകുൽ, വലിയ ആവേശത്തിലാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ വീടുള്ളത്. കാരണം രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ ഇവിടെ തമ്പടിച്ചിരുന്നു. ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതിൽ അവർക്ക് തെല്ലും സംശയമുണ്ടായിരുന്നില്ല. പക്ഷേ ഉച്ചയോടുകൂടി ചില പ്രതിസന്ധികൾ, അത് PV അൻവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രതിസന്ധികൾ വന്നപ്പോൾ മാത്രമാണ് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായത്. പക്ഷേ ഇപ്പോഴിതാ അതും നീങ്ങിയിരിക്കുന്നു. AICC തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. വീണ്ടും ഇത് ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂരിൽ മത്സരിക്കുന്ന രണ്ടാമത്തെ ഊഴമാണ്. 2016 അദ്ദേഹം മത്സരിച്ചിരുന്നു, അന്ന് പരാജയപ്പെട്ടു. ഇപ്പോഴിതാ വീണ്ടും 2025 ഈ നിലമ്പൂർ കോട്ട തിരിച്ചു പിടിക്കാൻ UDF നിയോഗിച്ചിരിക്കുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ മകനെ തന്നെയാണ്. അദ്ദേഹം അപ്പോൾ നിലമ്പൂരിന്റെ ബാപ്പുട്ടി എന്നാണ് അദ്ദേഹം നാട്ടിൽ അറിയപ്പെടുന്നത്. ബാപ്പുട്ടിക്ക് അതിന് കഴിയുമോ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വലിയ ആവേശത്തിലേക്ക് UDF പ്രവർത്തകർ ഇതിനോടകം തന്നെ കടന്നു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ തന്നെ കൺവെൻഷനുകളുമായി UDF ഒരു പടി മുന്നിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം അവർ ചുമരെഴുത്തുകൾ ആരംഭിച്ചിരുന്നു. മുസ്ലിം ലീഗ് നോട്ടീസ് വിതരണമടക്കം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ഇപ്പോൾ ഇതാ അതിന് തൊട്ടുപിറകെ സ്ഥാനാർത്ഥിയെയും ആദ്യം പ്രഖ്യാപിച്ച ചേലക്കരയിലും അല്ലെങ്കിൽ പാലക്കാടും ഒക്കെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് ഉള്ളതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരു ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് നിലമ്പൂരിലും ആവർത്തിക്കുകയാണ്. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന്റെ ആവേശം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. മുദ്രാവാക്യങ്ങളിലെ കൂടുതൽ പ്രവർത്തകർ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ നിലവിൽ ഇവിടെയില്ല. അദ്ദേഹം തൊട്ടടുത്തൊരു വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥി ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഗോകുൽ, തീർച്ചയായും വലിയ ആവേശം ആര്യാടൻ ഷൗക്കത്തിന്റെ വസതിയിലുണ്ട്. ഏതായാലും പ്രഖ്യാപനം വന്നതോടുകൂടി ഇനി പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉയർന്നുകേട്ട പേരുകൾക്കെല്ലാം അവസാനം ഒറ്റ പേരിലേക്ക് എത്താനായി എന്ന ആത്മവിശ്വാസത്തിൽ കൂടിയാണ് UDF കോൺഗ്രസ് നിലമ്പൂരിൽ മത്സരത്തിനിറങ്ങുന്നത്. നിലമ്പൂരിലെ പോരാട്ടത്തിൽ അവർ ആദ്യം ഫസ്റ്റ് സ്കോർ ചെയ്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പിതാവ് ആര്യാടൻ മുഹമ്മദ് വളരെ കാലം നിരവധി തവണ വിജയിച്ചു കയറിയ ആര്യാടൻ മുഹമ്മദിന്റെ മണ്ഡലമായ നിലമ്പൂരിൽ ഇത്തവണ അത് ഒരു തവണത്തെ തോൽവിയുടെ കൈപ്പറഞ്ഞ ആര്യാടൻ ഷൗക്കത്ത് ഇത്തവണ വിജയിക്കാൻ തന്നെയാണ്. കാരണം UDF-നടക്കം ഇത് അഭിമാന പോരാട്ടമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സലാണ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുള്ള ഡ്രസ് റിഹേഴ്സലാണെന്ന് ആവർത്തിച്ച് UDF കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുമ്പോൾ അവർ അത്തരത്തിലൊരു ശക്തമായ പ്രചാരണത്തിനാണ് നിലവിൽ ഇപ്പോൾ തന്നെ അവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഏതായാലും UDF പ്രവർത്തകരുടെ വലിയ ആവേശമാണ്, കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ ആവേശമാണ് കാണുന്നത്. ഇനി അറിയേണ്ടത് PV അൻവറിന്റെ നിലപാടാണ്. PV അൻവർ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം കൂടിയാലോചനകളിലാണ്. PV അൻവർ അവസാന നിമിഷം ഉണ്ടാക്കിയ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു മലക്കം മറിച്ചിൽ, ഒരു സമ്മർദ്ദ തന്ത്രം, അതിനെ മറികടന്നുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ധീരമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, ഇനി സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം മുമ്പ് കേന്ദ്ര നേതൃത്വമാണ് പ്രഖ്യാപിക്കുക എന്ന് ഉള്ളിൽ ഈ സ്ഥാനാർത്ഥിത്വമൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു പ്രതികരണമെന്നാണ് തോന്നിയത് ആര്യാടൻ ഷൗക്കത്തിന്റെ ഭാഗത്തു നിന്ന്. ഏതായാലും ഇനി DCC പ്രസിഡന്റ് ജോയി അടക്കമുള്ളവർ സ്ഥാനാർത്ഥികളായി പരിഗണിക്കപ്പെട്ട അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ സാധ്യതാ ലിസ്റ്റിലുണ്ടായിരുന്നവരൊക്കെ അങ്ങോട്ടേക്ക് എത്തും. ജോയിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നേരിടുകയും ചെയ്യുക UDF. അതെ, അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു എന്നുണ്ടെങ്കിലും ഇതിലുള്ള ഒരു അസ്വാരസ്യമോ മറ്റൊന്നും തന്നെ ഇല്ലാതെ ഒറ്റക്കെട്ടായി തന്നെ നേരിടുമെന്നുള്ള നിലപാടിലാണ് ഉള്ളത്. അതിലൊക്കെ തന്നെ സമവായം ഇതിനു മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കൂടുതൽ നേതാക്കൾ ഉൾപ്പെടെയുള്ളത് ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ പ്രവർത്തകരുടെ കൂട്ടമുണ്ട് അവിടെ. അവർ ആവേശത്തോടെ മുദ്രാവാക്യം മുഴക്കുകയാണ് ആര്യാടൻ ഷൗക്കത്തിനായി. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നു. ഈ രാജ്യം, ഈ സംസ്ഥാനം ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രതിഷേധ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് കിരാത ഭരണം നടത്തുന്ന നരേന്ദ്രമോദിക്കെതിരെ, പിണറായിക്കെതിരെ അതിശക്തമായ വോട്ടായി ഈ വരാൻ വേണ്ടി പോകുന്ന ഉപതെരഞ്ഞെടുപ്പിനെ ഇവിടുത്തെ ജനങ്ങൾ കാണുകയാണ്. ഏറ്റവും നല്ല രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് UDF മുന്നോട്ട് പോകുന്നു. അവസാന നിമിഷം ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിൽ പ്രവർത്തകർ ആവേശത്തിലാണ്. ഇപ്പോഴും പ്രവർത്തകരുടെ എല്ലാം പ്രതികരണം അത് സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തലാകും. LDF സർക്കാരിനെതിരായ ജനവിധിയാകും നിലമ്പൂരിലുണ്ടാവുക എന്ന് അവർ ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ട്.